എൻ്റെ ഈ ഹാർട്ട് ആർക്കാ വേണ്ടത്? വേണ്ടവരാദ്യം പറഞ്ഞു കേട്ടോ. ദാ ഇതുപോലെയാണ് ഹൃദയം, മുഴുവൻ മധുര, പഞ്ചാര അല്ല കേട്ടോ, ചോക്ലേറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? ഇന്ന് ചോക്ലേറ്റ് ഡേ ആണ്. അപ്പോൾ ഏകദേശം ഈ 3-3.5 കിലോ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള എൻ്റെ ചിലവ് എത്രയാണെന്നറിയോ? കൂടിപ്പോയി ഒരു 350-400 രൂപയ്ക്ക് 3 കിലോ ചോക്ലേറ്റ് നിങ്ങൾക്ക് എവിടെ കിട്ടും? ഒരു മായവുമില്ല, ഒരു മന്ത്രവുമില്ല, ഒരു പ്രിസർവേറ്റീവും ഇല്ല. ആകെയുള്ള എന്താണെന്നറിയോ? ഒരുപാട് സ്നേഹം, ഒരുപാട് മധുരം, ഒത്തിരി രുചി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ചോക്ലേറ്റ് ഡേ. അപ്പോളേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കെട്ടിയോൻ മോളോട് പറയണ കേട്ടു, എടി അമ്മ അറിയണ്ട, ഞാൻ എണീറ്റിട്ടില്ല കേട്ടോ, കാരണം ഇന്ന് ഭയങ്കര നടുവേദന ആയതുകൊണ്ട് ഞാനിങ്ങനെ കിടക്കുക. അമ്മ അറിയണ്ടെന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. കാരണം അത് ഞാൻ അറിഞ്ഞ അപ്പം എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് ഞാൻ പറയും. ഷുഗർ ആയതുകൊണ്ട് തരാൻ താല്പര്യമില്ല, പൂവ് വിളിക്കുന്ന വിചാരിച്ച് മിണ്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? നമ്മളാരാ മോയല് ഇന്ന് സത്യത്തിൽ ഇന്ന് വൈകുന്നേരം, ഇന്ന് രാവിലെയാണ് ഇത് ഉണ്ടാക്കണത് കേട്ടോ. ഇന്ന് വരേണ്ട വീഡിയോ വേറെയാണ്, ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇത് കേട്ടത്. ഉടനെ റൗഫിൻ്റെ കാല് പിടിച്ച്, മുത്തേ നമുക്കൊരു വീഡിയോ ചെയ്യാം. അവൻ പറഞ്ഞു ആയിക്കോട്ടെ, അത് ഇന്ന് തന്നെ വരണം. അവൻ പറഞ്ഞു ആയിക്കോണ്ട, ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. ചോക്ലേറ്റ് ഒക്കെ ആണെന്ന് പറഞ്ഞ് അവനെ പ്രലോഭിപ്പിച്ച കാരണം ഏകദേശം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങി തന്നില്ലെങ്കിൽ നമ്മളാരാ മുതൽ ഉണ്ടാക്കും അല്ലേ? അതന്നെ. അപ്പം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇന്നിപ്പോൾ പുട്ടിയിടാനും വേഷം കെട്ടാനും ഒന്നിനൊരു സമയം കിട്ടില്ല. ഇൻട്രോയും ഔട്ട്രോയും എടുക്കാനൊന്നും വേറെ സമയമില്ല. കാരണം ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഔട്ട് എടുത്തിട്ട് വേണം ഇന്നത്തെ വീഡിയോ 5 മണിക്ക് വരാം. 5 മണിക്ക് വരുമെന്ന് നോക്കാം. അപ്പോൾ പടപടമൊന്ന് ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. 5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 5 ലിറ്റർ പാലിന് ഏകദേശം 2 കിലോ പഞ്ചസാര ഞാൻ ആദ്യം ഇട്ടു. നമ്മൾ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അല്ലേ? അതുപോലെ 2 കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വെച്ച ഉരുളി എൻ്റെ ഓടിൻ്റെ വലിയ ഉരുളിയാണ്. പാലൊഴിച്ചിട്ട് പഞ്ചസാര ഇടുന്നതിന് മുമ്പ് ഞാൻ ഒരൊറ്റ ഫോൺ വന്നപ്പോൾ അതിൻ്റെ കീഴേ പോയതാണ്. പാലടിയിൽ പിടിച്ചു. ഉടനെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഗീതേച്ചി ഇടപെട്ട് എന്നെ നല്ല ചീത്തയും പറഞ്ഞു. എന്നിട്ട് അത് എടുത്ത് വെച്ച് ഞങ്ങൾ അടി ഇളക്കാതെ അരിച്ച് പാലും മാറ്റി. ഉരുളിയിൽ വെക്കുന്ന സാധനം ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ 5 ലിറ്റർ പാല് 2 കിലോ പഞ്ചസാര ഇട്ട് നന്നായിട്ട് കുറുക്കണം. അതായത് നമ്മൾ 10:30 വെച്ചു. 10:30 വെച്ച് 12:30 വരെ ഇളക്കി. 2 മണിക്കൂർ തീയിൽ. ഗ്യാസിലാണെങ്കിൽ ആ സമയമൊന്നും പോരാട്ടോ, അതിനേക്കാൾ കൂടുതൽ സമയം വേണ്ടി വരും. ചോക്ലേറ്റൊക്കെ നമ്മൾ അടുപ്പിലുണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ 12:30 ആയപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തെ ചേരുവകൾ അങ്ങോട്ട് ചേർത്തു. ചേരുവകൾ കൂടുതലൊന്നുമില്ല കേട്ടോ. ഒരു 100 ഗ്രാം കൊക്കോ പൗഡർ, ഒരു 150 ഗ്രാം മൈദ ഇട്ടു, ഒരു 150 ഗ്രാം പഞ്ചസാര ഇട്ടു. ആ പഞ്ചസാര ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാൻ, അത് എല്ലാം കൂടെ നന്നായിട്ട് കൈയിട്ട് ഇളക്കി മിക്സ് ആയതിനു ശേഷം പാലിലേക്ക് ഇട്ടു. അപ്പോൾ നല്ല വെളുത്ത് തുടുത്ത് ഇരുന്ന നമ്മുടെ പാൽക്കുട്ടൻ്റെ എന്താക്കി, ആഹാ ഇതാക്കി. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് ഒരു അരമണിക്കൂറായി. ഇപ്പം നോക്കിയേ, ഈ സാധനം ശരിക്കും എന്താണെന്നറിയോ? നല്ല ചോക്ലേറ്റ് സിറപ്പാണ്. ഞാൻ ഒന്നാക്കി കാണിച്ചു തരാം കേട്ടോ. കൈ പൊള്ളി, എന്നാലും കുഴപ്പമില്ല, ചോക്ലേറ്റ് സിറപ്പല്ലേ. ഇതാണ് ചോക്ലേറ്റ് സിറപ്പ്. ഞാൻ സാധാരണ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കുപ്പി ഇതെടുത്ത് വെക്കും. ഐസ്ക്രീമിലും പുഡിങ്ങിലും കേക്കിനും മുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഈ സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ചക്ക വരട്ട് ഉരുണ്ട് വരില്ലേ, ആ ഒരു പരുവത്തിലേക്ക് ആവണം. അതിന് ഞാൻ പതുക്കെ ഗീതിച്ചിട്ട് കാല് പിടിക്കാൻ, ഈ ഒറ്റ കൈ കൊണ്ട് നടക്കില്ല. ഗീതിച്ച് കണ്ട ഇത് കണ്ടോ? നല്ല ചൂടിലാണ് കേട്ടോ മാടം, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കാര്യം നടക്കണമെങ്കിൽ മാടത്തിൻ്റെ കാല് പിടിക്കണം. ഈ സാധനം ഇനി നമ്മൾ ചക്ക വരട്ടിയതുപോലെ ഉരുണ്ട് വരും. അപ്പം നിങ്ങൾ വിചാരിക്കുക അതോടെ അത് തീരില്ല. ചോക്ലേറ്റ് ആവുമ്പോഴേ ഡയറി മിൽക്ക് ഉരുകിയ പോലെയൊന്നും പറ്റില്ല, നല്ല ഹാർഡായിരിക്കണം, എന്നാലേ പിള്ളേർക്കൊക്കെ തിന്നാൻ ഇഷ്ടമുണ്ടാവുള്ളൂ. അപ്പം എന്ത് ചെയ്യണമെന്നറിയോ? വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഇളക്കി നല്ല ഉരുണ്ട് ഇങ്ങോട്ട് വരുന്ന പാകം. എന്നിട്ട് സാധാരണ നമ്മളിവിടെ സ്റ്റീൽ പാത്രത്തിൽ നെയ്യ് പരട്ടിയിട്ട് അതിലേക്ക് നമ്മൾ ഇത് ഒഴിക്കും. എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മുറിച്ചെടുക്കലാണ് പതിവ്. ഇന്നിപ്പോൾ ഞാനിപ്പോൾ പതിവിന് വിപരീതമായി ഇവിടെ മോൾഡൊക്കെ പഴയതിരുന്നത് തപ്പി എടുത്തുകൊണ്ട് വന്ന് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒഴിച്ച് നോക്കാം. എന്നിട്ട് നോർമലി നമ്മളിത് ഫ്രിഡ്ജിലും ഫ്രീസറിലൊന്നും വെക്കണ്ട, പുറത്തിരുന്ന് തണുക്കുമ്പോൾ നല്ല കട്ടയാവണം. അപ്പോൾ ഏകദേശം 3 മണിക്കൂറും കൊണ്ട് 5 ലിറ്റർ പാലും കൊണ്ട് ഏകദേശം 3 കിലോ ചോക്ലേറ്റ് ഉണ്ട്. അത് കുറച്ചൊന്നും മുറുക്കം കൂട്ടി എടുത്തത്.
അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഹാർഡായിട്ടുള്ള ചോക്ലേറ്റാണ് ഇഷ്ടം. കാണിച്ചു തരാം. ഇങ്ങനെ എടുത്തു, ഇങ്ങനെ പിടിച്ചു. അമ്മ ഹാർഡ് എന്നുള്ള ലുക്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എത്ര സോഫ്റ്റ് ആയിട്ടാണ് നോക്ക്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചോക്ലേറ്റ് അത് എത്ര ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ് ആവും, കുറേ കഴിഞ്ഞ് പുറത്തിരുന്നെങ്കിൽ അതിങ്ങനെ ഉരുകി ഒലിക്കും അല്ലേ. ഇത് ഈ ഹാർഡ്നെസ് എത്ര വർഷം കഴിഞ്ഞ വർഷമാ 3 കിലോ തീർക്കാൻ സത്യത്തിൽ ഒരാഴ്ച വേണ്ട. എത്ര നാൾ കഴിഞ്ഞാലും ഇത് ഉരുകില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പക്ക ഷേപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച്, ഞാനിപ്പോൾ എടുത്തതെന്ന് കുറച്ചൊരൽപ്പം ഒരു 5 മിനിറ്റ് മുമ്പ് എടുത്തിട്ട് കറക്റ്റ് ആ ഷേപ്പിലേക്ക് ഇട്ടാൽ മതി. ഇത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്കിതാണ് കറക്റ്റ്. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. ഇനി ഏകദേശം ഒരു 1/2 കിലോയോളം നമ്മൾ ഉരുളിയിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് കാച്ചിട്ട് നേരെ ഉരുളിയിൽ വെച്ച് ഒന്ന് തിളപ്പിക്കും. ഏറ്റവും ടേസ്റ്റുള്ള ചോക്ലേറ്റ് ഷേക്ക് ഇന്ന് വൈകുന്നേരം താര് വരുമ്പോൾ കൊടുക്കും. കുറച്ച് ഞാനും കുടിക്കും, ഇച്ചിരി 1/2 ഗ്ലാസ്. അപ്പം ഇതാണ് പെർഫെക്റ്റ്. ഷുഗർ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മതാ ഒന്നും കൂടെ തിന്നു കാണിക്കാം. ഷുഗറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായും മധുരം ഒഴിവാക്കുന്നതിനോട് ഞാൻ യോജിപ്പില്ല. ഹാപ്പി ഹോർമോൺ എന്താണെന്നറിയോ? ഒരുപാട് ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്തിട്ട് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാതെ സാഡായിരിക്കുന്ന അവസ്ഥ. വല്ലപ്പോഴും ഒരുപാടൊന്നും തിന്നണ്ട, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കുറച്ച് തിന്നിട്ട് നമ്മുടെ ഹോർമോൺ, ഹാപ്പി ഹോർമോണിനെ ആക്റ്റീവ് ആക്കി വെച്ചാൽ സെറ്റായിരിക്കും. അപ്പോൾ എ വെരി ഹാപ്പി ഡേ.